നമസ്കാരം. ഇന്ന് തൊഴിൽ വളർച്ചയെക്കുറിച്ച്, മലയാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിന് എങ്ങനെയെന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഞാൻ എൻ്റെ ഒരു ഭാരതത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലും പ്രത്യേകിച്ചും ഒരു മലയാളി എന്ന രീതിയിലും ഞാൻ നിങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയാണ്. ഞാൻ പ്രത്യേക രാഷ്ട്രീയ ചായ്വുകളോടോ മത ചായ്വുകളോടോ ഒന്നുമല്ല സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തൊഴിലാളി മുതലാളി ഇതിൽ വിപ്ലവകരമായ ഒരു മാറ്റം വന്നു. അതിൽ ഉണ്ടായ ചില പകപ്പിഴകളുടെ ഭാഗമായിട്ടാണ് ഭാരതത്തിലേക്ക് ഒരു സമ്പന്നമായിട്ടുള്ള കേരളം എന്ന എല്ലാ രീതിയിലും നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് നിറഞ്ഞ ഒരു ദേശം വിട്ടിട്ട് നമുക്ക് അന്യനാട്ടിലേക്ക് പോകാൻ ഇടവരുന്നത്. എങ്ങനെയാണ്? കേരളത്തിൽ കൽപ്പകവൃക്ഷങ്ങളുടെ നാടായ കേരളം നെല്ലിൻ അധികം ഉൽപ്പാദിപ്പിച്ചിരുന്ന കുട്ടനാടൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും അങ്ങനെ ഒരു നാടായിരുന്നു. ഒട്ടനവധി സ്പൈസസ് ലോകത്തിലേക്കും ഏറ്റവും കൂടുതലും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള സ്പൈസസ് നമ്മുടെ നാട്ടിലായിരുന്നു. കോസ്റ്റൽ ഏരിയ, സമുദ്രതീരത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലം, ആവശ്യത്തിന് കുടിവെള്ളം ഉള്ള സ്ഥലം, കാലാവസ്ഥയിൽ അനുകൂലമായ കാലാവസ്ഥയുള്ള സ്ഥലം. അധികം കേരളത്തിൻ്റെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ തമിഴ്നാടിലും മറ്റു കർണാടകയിലുമൊക്കെ ഉള്ളതിനേക്കാൾ മെച്ചമായ കാലാവസ്ഥ കേരളത്തിലാണുള്ളത്. കേരളത്തിൽ സമ്പന്നമായ മഴയുണ്ട്, ജലമുണ്ട്, അധികം തണുപ്പൊന്നുമില്ല. കുറേ അങ്ങ് ഉത്തരേന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പ് അധികമാണ്. ഇതൊന്നുമില്ലാത്ത ഒരു നാടാണ് നമ്മുടെ കേരളം. ഇനി മറ്റ് ഗൾഫ് കൺട്രിയിലും യൂറോപ്യൻ കൺട്രിയിലേക്കും പോകാനെ കൊണ്ട് ഷിപ്മെൻറ്റിനായാലും വ്യോമയാന സർവീസിനായാലും എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള ഒരു നാടാണ്. ഇനി ഇങ്ങനെ ഒരു നാട്ടിലെ ആളുകൾക്കെല്ലാം ഈ നാട് വിട്ട് പോകേണ്ടുന്ന ഒരു ഗതികേട് എങ്ങനെയാണ് വന്നത്? ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഏത് പാർട്ടിയാണെന്ന്. എനിക്ക് പാർട്ടിയോട് വിരോധമൊന്നുമില്ല. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം, ഈ രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ വീട്ടിലെ എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ ബന്ധുക്കളും എല്ലാം ഈ രാഷ്ട്രീയത്തിലൊക്കെ പല രാഷ്ട്രീയങ്ങളും കേരളത്തിലുള്ള രാഷ്ട്രീയത്തിലെല്ലാം അവരെല്ലാം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഞാനും അവിടെയാണ് ജനിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്കതിൻ്റെ തെറ്റും ശരിയും എവിടെയോ എനിക്ക് തോന്നുന്ന രീതി എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ അവരുടെ അഭിപ്രായങ്ങളും ഇതേപോലുള്ള വീഡിയോകളിലൂടെ അവതരിപ്പിക്കാവുന്നതാണ്. എന്നെ അശ്ലീലം പറഞ്ഞതുകൊണ്ടൊന്നും അതിന് പരിഹാരമാകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ അതേപോലെ അവതരിപ്പിക്കുക. നമ്മൾ പോകുന്ന നാടുകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഉള്ളത് ഏതെങ്കിലുമൊക്കെ മുതലാളിമാരുടേതാണ്. ഇനി ഈ മുതലാളിമാരായിട്ടല്ല ജനിക്കുന്നത്. കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല വലിയ മുതലാളിമാരും അവർ നേരത്തെ തൊഴിലാളികളായിരുന്നു. അതിൽ നിന്നുണ്ടായ അനുഭവ സമ്പത്ത് വഴിയാണ് അവർ മുതലാളിമാരായത്. ഈ തൊഴിലാളികൾ തന്നെ, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ എനിക്ക് അനുഭവ സ്വത്തൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ജോലി, എൻ്റെ തൊഴിൽ മേഖലകളിൽ നിന്നും എനിക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം കിട്ടി. അത് ഏതെങ്കിലുമൊക്കെ മുതലാളിമാരായിരിക്കും എനിക്ക് ആ അവസരം തന്നത്. അത് ഞാൻ ആത്മാർത്ഥമായി തൊഴിൽ ചെയ്യുവാനുള്ള ഒരു മനസ്സ് എനിക്ക് ഉണ്ടതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ പോലും കിട്ടിയത്. ഞാനെങ്കിലും സർവകലാശാലയിൽ നിന്നൊന്നും പഠിച്ച് അല്ലെങ്കിൽ IIT-യിലൊന്നും പഠിച്ച് അനുഭവ സമ്പത്തല്ല. ഞാൻ ചെറിയ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്ന് സാമാന്യം, ഞാൻ മെച്ചപ്പെട്ട മേഖലയൊന്നും അല്ല, ഞാനൊരു ലോവർ മിഡിൽ ക്ലാസ് തന്നെയാണ് ഇന്നും. ഈ തൊഴിലിന് എന്നാലും ഞാൻ അധ്വാനിക്കുന്ന പണം കൊണ്ട്, വേർത്ത് പണം കൊണ്ട് ഞാൻ ഇന്ന് ഒരുവിധം സാമാന്യമായി മാന്യമായി ജീവിക്കുന്നു എന്നുള്ള ഒരു അഭിമാനം എനിക്കുണ്ട്. എൻ്റെ അയൽവക്കത്തുള്ളവരായാലും മറ്റ് ഏത് എൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയായാലും എനിക്കൊരു സഹോദര സ്നേഹമാണ്. ഒരാൾ എന്നേക്കാളും സാമ്പത്തികമായിട്ട് താണ ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സഹോദരനായിട്ടാണ് ആ വ്യക്തിയെ മനസ്സിലാവുക. അപ്പോൾ എനിക്ക് തോന്നുക, ഭാരതത്തിൽ എവിടെയും ഉള്ള ഏത് അച്ഛനമ്മമാരും, ഞാൻ അങ്ങനെ പല സ്റ്റേറ്റുകളിൽ ഞാൻ പല വീടുകളുമായിട്ടും പല ഭാഷ സംസാരിക്കുന്നവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ വീടും എൻ്റെ സ്വന്തം മാതാപിതാക്കളെ പോലെയുള്ള മാതാപിതാക്കൾ നമുക്ക് മറ്റു ദേശത്തും അത്രയധികം സ്നേഹിക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ദൂരെ നിന്ന് നോക്കുന്നത് പോലെയല്ല. ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മൾ അവരുമായിട്ട് മാന്യമായിട്ട് പെരുമാറിയാൽ അവരും നമ്മളുമായിട്ട് മാന്യമായിട്ട് പെരുമാറും. നമ്മളവരെ സ്നേഹിച്ചാൽ അവർ നമ്മളെ സ്നേഹിക്കും. ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. മറ്റു നാടുകളിൽ പോയി അവിടെ ആ നാട്ടുകാരായി അവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച് ബിസിനസ്സുകളും അവരുടെ ജീവിത പങ്കാളികളെ പോലും
മറ്റു നാട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുത്തവരുണ്ട്. ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊഴിലാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, മനുഷ്യന് ഉയർച്ച വരും. തൊഴിൽ നമ്മുടെ നാട്ടിൽ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും അത് തൊഴിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു തൊഴിൽ സ്ഥാപനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും വരുവാൻ അവിടെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇല്ല. ഇതാരാണ് ഉണ്ടാക്കുന്നത്? രാഷ്ട്രീയക്കാരുടെ ആണ് ഉണ്ടാക്കുന്നത്. കാരണം അവർക്ക് ഈ രാഷ്ട്രീയത്തിലൂടെ തന്നെ അവരുടെ ജീവിതമൊക്കെ നടന്നു പോകും. അവരുടെ മക്കളും അച്ഛനമ്മമാരും ഏത് പ്രായത്തിലുള്ളവരായാലും അവരുടെ അടുത്ത് ചുറ്റുപാടുമൊക്കെ ഉള്ളവർക്കെല്ലാം അതിലൂടെ കഴിഞ്ഞു പോകും. ഇതിനു വേണ്ടി ചൂഷണം ചെയ്യപ്പെടുന്നത് ഒട്ടനവധി നമ്മുടെ സഹോദരങ്ങളാണ്. അയൽപക്കത്തൊക്കെ ഉള്ളവർ എൻ്റെ ചെറുപ്പത്തിൽ ഈ പാർട്ടികളിലൊക്കെ വളരെ അന്ന് കൊച്ചായിട്ടിരിക്കുമ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ഉള്ള സമയത്ത് അടുത്തൊക്കെ ഉള്ള ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ക്ലബ്ബ്, വായനശാല, ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് അവിടെയൊക്കെ ഈ എൻ്റെ കൂടെ പഠിച്ചിരുന്നവരും സുഹൃത്തുക്കളും ഒക്കെ അവിടെ പോയിരിക്കും. ക്ലബ്ബിൽ ചെന്നിരുന്ന് കാരംസ് കളിക്കും, ഫുട്ബോൾ കളിക്കാൻ പോവും, വായനശാലയിൽ ചെന്നിരുന്ന് വായിക്കും. ഇത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവർ അങ്ങ് ഉറച്ച രാഷ്ട്രീയ വിശ്വാസികളായി, രാഷ്ട്രീയ പ്രവർത്തകരായി. പിന്നെ അവർ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ മതിയാക്കി രാഷ്ട്രീയത്തിലോട്ട് പോയി. രാഷ്ട്രീയത്തിൽ നിന്ന് ചുമടെടുക്കാനും അങ്ങനെയുള്ള തൊഴിലുകളിലോട്ട് ചുമടെടുക്കുന്ന ആദ്യം ഒരു രസത്തിനാണ് അവർ ചെയ്തത്. അവർക്ക് കുറേ പണം കിട്ടും. ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസത്തിനൊന്നും അവർ പോകാറില്ല. അന്യദേശത്തേക്ക് തൊഴിലിനും പോകാതെ അവർ അവിടെ തന്നെ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യാൻ തുടങ്ങി. ഈ തൊഴിൽ യൂണിയനുകളിൽ നിന്നും അവർക്ക് ദിവസം ഒരു ചെറിയ തുക കിട്ടാൻ, ആ തുക അന്ന് പോക്കറ്റ് മണിയായി അവർക്ക് ചെലവാക്കാൻ അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിത്തുടങ്ങി. ഇതിൽ നിന്നുണ്ടായ കുഴപ്പം, ഈ പണം അവർ അന്ന് പലപ്പോഴും സിനിമ കാണാനോ അല്ലെങ്കിൽ മദ്യപിക്കാനോ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിനു വേണ്ടി ഉപയോഗിച്ചു. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ജീവിതം അങ്ങ് സീരിയസ് ആയി. വിവാഹപ്രായം ഒക്കെ ആയി, ആളുകൾ കുടുംബജീവിതമൊക്കെ തുടങ്ങി, കുട്ടികളൊക്കെ ആയി, അവരെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യണം. അപ്പോഴാണ് ഇവർക്ക് പറ്റിയ മണ്ടത്തരം മനസ്സിലായത്. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ളവരെല്ലാം അന്യനാട്ടിലേക്കൊക്കെ പോയി അവർ വലിയ വീടുകളുമൊക്കെ വെച്ച് വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ഇവർ ആ നാട്ടിൽ തന്നെ തൊഴിലാളികളായി, നല്ല സാമ്പത്തികമായി വളരെ മേന്മയുള്ള വീട്ടുകളിലെ ആളുകളായിരുന്നു ഇവർ. അവരുടെ വഴി തെറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് അവർ ചെറിയ വീടുകൾ, ഒരു വീട്ടിലെ അംഗങ്ങളായതിനെ പോലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ അന്യനാട്ടിൽ പോവുകയും അവർ അവിടെ തന്നെ നിൽക്കുകയും രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് അതിയുറച്ച വിശ്വാസം വഴി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയത് വഴി അവർ അവിടെ സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കുകയും അവിടെ അവരുടെ ആ കിട്ടുന്ന വരുമാനം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സുഭിക്ഷമല്ലാത്തതിനാൽ അവർ ജീവിതത്തിൽ നിന്നും വളരെ പിറകോട്ട് പോവുകയാണ് ചെയ്തത്. ഇതേ സമയത്താണ് നമ്മുടെ ഗൾഫിലേക്കുള്ള ആളുകളുടെ പോക്ക് കൂടിയത്. ആ സമയത്ത് ഗൾഫിൽ നിന്നും മറുരാജ്യങ്ങളിൽ നിന്നും വരുന്ന പണത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ചുറ്റുപാടുമുണ്ടായി. ഇവരുടെയൊക്കെ ഭൂമി അവർ കൈക്കലാക്കി. അങ്ങനെ തൊട്ടടുത്തൊക്കെ മണിമാളികകൾ വരാൻ തുടങ്ങി, വാഹനങ്ങൾ വരാൻ തുടങ്ങി. ഇതിൽ നിന്നെല്ലാം ഈ ഉറച്ച രാഷ്ട്രീയ വിശ്വാസികൾ പിന്തള്ളപ്പെടുകയാണ്. അവർക്ക് ഒരു ഉയർച്ചയും ഉണ്ടായില്ല. മേളിലൊക്കെ ഉള്ളവർ കുറേ പേർ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത മേഖലകളിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ ജീവിതം വളരെ സുഖമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന കുറച്ച് പേർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കാം. പക്ഷേ താഴേക്കിടയിലുള്ള തൊഴിലാളികൾക്ക് ഇത് അനുകൂലമാണ്. അവർ രോഗികളായും റേഷനരിയൊക്കെ മേടിച്ച് കിട്ടുന്ന തൊഴിലുറപ്പ്. എന്താണ് ഈ തൊഴിലുറപ്പ്? 365 ദിവസം തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഈ തൊഴിലുറപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് കുറച്ച് ദിവസം തൊഴിൽ കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിൽ ഇവർ 800 രൂപ എത്രയോ തൊഴിലിന് അടിസ്ഥാന ശമ്പളമാക്കി നിൽക്കുമ്പോൾ വെറും 330 എത്രയോ രൂപയ്ക്ക് വേണ്ടി ഈ ആളുകളെയും കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നു. അന്ന് എൻ്റെ കൊച്ചുനാളിൽ അവിടെയുള്ള കശുവണ്ടി ഫാക്ടറികളെല്ലാം തുറന്ന് പ്രവർത്തിച്ചിരുന്നു. അതിൽ കുറേ എണ്ണം അടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. അന്ന് ആ മുതലാളിമാരെയൊക്കെ ഹറാസ് ചെയ്ത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്. റബ്ബർ തോട്ടം ഉടമസ്ഥരെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നോ ഒന്നൊന്നായി അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. ഇവർ തൊഴിലാളികളെ മെച്ചപ്പെടുത്തുവാൻ കൊണ്ടുവന്ന രാഷ്ട്രീയമാണിത്. ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറയാം. കയർ മേഖല, കയറിൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ വിശ്വപ്രശസ്തി ആർജിച്ച കയർ ഉൽപ്പന്നങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, കയറ്റുമതിയും ഉണ്ടായിരുന്നു. അതെല്ലാം കോഓപ്പറേറ്റീവ് മേഖലകളിലൊക്കെ സർക്കാർ സ്വയം ഏറ്റെടുത്ത് നടത്തിയിട്ട് അതെല്ലാം നഷ്ടത്തിലായിപ്പോയി. കശുവണ്ടി മേഖല നഷ്ടത്തിലായിപ്പോയി. അന്ന് തൊഴിലാളികൾക്ക് വേണ്ടി നിശ്ചയിച്ച കൂലി ഉൽപ്പാദനത്തിൽ അവർ കിട്ടുന്ന ലാഭത്തേക്കാൾ
കൂടുതലായതുകൊണ്ട് അതൊക്കെ നഷ്ടത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കുറേ പേര് ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള വലിയ മുതലാളിമാരൊക്കെ വളരെ ജീർണിച്ച ഒരു ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതം അവസാനിച്ചിട്ടുള്ള വ്യവസായികളൊക്കെ ഉണ്ട്. പിന്നെ കയറായി, കശുവണ്ടിയായി, ഇന്ന് റബ്ബറിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. കേരളത്തിൽ റബ്ബറിൻ്റെ വില കൂടാത്തത് മറ്റ് കാരണങ്ങൾ ഇങ്ങനെ നിരക്കുന്നെങ്കിലും ഈ തൊഴിൽ തടസ്സങ്ങൾ തന്നെയാണ് അതിന് ഒരു കാരണമായിരിക്കുന്നത്. എന്തെന്നാൽ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ റബ്ബർ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള വ്യവസായശാലകൾ ഉണ്ടായിരുന്നെങ്കിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ എന്തിനു പറയുന്നു, ടയർ ഫാക്ടറികൾ പോലും മദ്രാസിലാണ്, കേരളത്തിലല്ല. മലയാളികളുടെ ടയർ ഫാക്ടറികൾ കേരളത്തിന് പുറത്താണ്. മലയാളികൾ പല വ്യവസായികളും തമിഴ്നാട്ടിലും അവിടെയും ഇവിടെയുമാണ് അവരുടെ വ്യവസായങ്ങൾ. ഈ തൊഴിലാളികൾക്ക് അന്നവർ കൂട്ടം വിളിച്ച് കൊണ്ടു നടന്ന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കയർ തൊഴിലാളികൾ, റബ്ബർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, ഇങ്ങനെ എത്രയെത്ര മേഖലകൾ. സാമാന്യ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങളിലും ആത്മഹത്യ, രോഗാവസ്ഥ, ക്യാൻസർ, ഷുഗർ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ പിടിച്ച ആളുകൾ, അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കടമെടുത്ത ആളുകൾ പുറത്തു പോയ, എന്തിനു പറയുന്നു, ആ പെൺകുട്ടികളാണ് ഒരുപാട് മറുനാട്ടിൽ പോയത്. ആൺകുട്ടികളും പോയി. ഇതിൻ്റെയൊക്കെ കണക്ക് ഞാനൊരു സാധാരണ പൗരനാണ്. ഇതിൻ്റെ യഥാർത്ഥ കണക്കുകൾ ഒന്നും കാണിക്കാൻ എനിക്ക് ശേഷിയില്ല. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതാണ് പറയുന്നത്, എൻ്റെ അനുഭവത്തിലൂടെയാണ് പറയുന്നത്. ഞാൻ സാധാരണക്കാരൻ ആണ്, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ വെളിയിൽ പോയ അവരെല്ലാം രക്ഷപ്പെട്ടു. അവർക്ക് വീടുകളായി, വാഹനങ്ങളായി, ഉയർന്ന ജീവിതസ്ഥിതിയായി. ഇപ്പുറത്ത് ഇതാണ്. ഇന്നും അവർ, ഞാൻ ജനിച്ച നാടിൻ്റെ വട്ടമുള്ള എൻ്റെ സമപ്രായക്കാരായ നല്ലൊരു, അതിലും പ്രായം കുറഞ്ഞവർ, ഹാബിച്വൽ ഡ്രിങ്കേഴ്സ്, മദ്യപാനികളായി. അവർ മദ്യപിച്ച് അതിന് അഡിക്റ്റായിട്ട് മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വീട്ടിൽ നിന്ന് അമ്മയോടൊക്കെ വഴക്ക് കൂടി പുരയിടത്തിലുള്ള തേങ്ങയും പറിച്ച് മാങ്ങയും പറിച്ച് എല്ലാം വീട്ടിലെല്ലാം പ്രശ്നം ഉണ്ടാക്കി അതൊക്കെ കൊണ്ടുപോയി കള്ളും കുടിച്ച് അങ്ങനെയൊക്കെ ഒരു 25 വയസ്സ് തൊട്ട് 50 വയസ്സിനും ഇടയ്ക്കായിട്ട് ഒരുപാട് പേര് മരിച്ചു പോയവരെ എനിക്കറിയാം. റോഡ് അപകടങ്ങളിൽ മരിച്ച ചെറുപ്പക്കാരെ എനിക്കറിയാം. ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ മരിച്ചവരെ അറിയാം. ഷുഗർ പോലെയുള്ള അസുഖങ്ങളിൽ ബാധിച്ച് ചെറുപ്പകാലത്തെ അവർ തൊഴിൽ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇല്ലാത്തവരായവരെ അറിയാം. ഇന്ന് കൽപ്പവൃക്ഷങ്ങളുടെ നാടായ കേരളത്തിൽ ഞാൻ താമസിക്കുന്നതിനവിടെയൊക്കെ മണ്ടയടച്ച തെങ്ങുകൾ, ഒരു ഉൽപ്പാദനശേഷിയില്ലാത്ത തെങ്ങുകളാണ് കൂടുതലുമുള്ളത്. വയലേലകളിലെല്ലാം മണ്ണിട്ട് നികത്തിയോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ തോടുകളും മേൽക്കുളവും ഒക്കെ നികത്തി അതൊക്കെ ഓരോരുത്തർ കൈവശമാക്കിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. അവിടെയെങ്ങും അതൊന്നും കാണാനില്ല. ഇങ്ങനെ ഇതിനൊക്കെ സൈഡിൽ നിന്ന രാഷ്ട്രീയക്കാരുണ്ട്. ആ രാഷ്ട്രീയക്കാരാണ് ഇതിന് ഉത്തരവാദി. നമ്മുടെ ആളുകൾ, ഞാൻ മറ്റു സംസ്ഥാനങ്ങളിലും ഞാൻ കാണാറുണ്ട്, വീടാന്തരം ആളുകൾ ഇരുന്ന് 50,000-വും ലക്ഷവും സമ്പാദിക്കുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ അയൽവക്കത്ത് ഞാൻ നോക്കാറുണ്ട്. എനിക്ക് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ നാട്ടുകാർക്ക് എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? ഇവർ തുച്ഛമായ ശമ്പളത്തിന് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നവരെ ഞാൻ കാണാറുണ്ട്. 300 രൂപ, 400 രൂപ. കേരളത്തിൽ പോയി 800 രൂപയ്ക്കും 1000 രൂപയ്ക്കും എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് തയ്യാറല്ല. അവർ അഭിമാനം കൊണ്ട് അവർ അവിടെ ജോലി ചെയ്യില്ല. കേരളത്തിന് പുറത്തിൽ പോയി ജോലി ചെയ്യും. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, അങ്ങനെ ഒട്ടേറെ ഭിക്ഷക്കാരെ പോലെ. മലയാളി ആണോ എന്ന് നമുക്ക് മലയാളം പലപ്പോഴും ഒരു മലയാളിയെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് മലയാളത്തിൽ ചോദിച്ചെന്നിരിക്കും. എന്നാലും ഭിക്ഷക്കാരൊക്കെ ഉണ്ട് മലയാളികൾ വെളിനാട്ടിലൊക്കെ, മറ്റ് കേരളം വിട്ട. മാറാരോഗങ്ങൾ ബാധിച്ചവരുണ്ട്, ആരുടെയും സഹായം കിട്ടാത്തവരുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേരളത്തിൻ്റെ പുറത്തുള്ള ഇങ്ങനെയുള്ള ആളുകളെ കണ്ട് എത്താത്ത നമ്മൾ മലയാളികൾ കേരളത്തിലിരുന്നു കൊണ്ട് നമ്മൾ തൊഴിൽ ചെയ്യാതെ അലസമായി പകൽ കിടന്നുറങ്ങുന്നവരെ എനിക്കറിയാം. കേരളത്തിന് പുറത്ത് 24 മണിക്കൂർ 2-3 ഷിഫ്റ്റുകളായി ജോലി ഫാക്ടറികളിൽ നടക്കുന്നു. ഒരു ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ്, തേർഡ് ഷിഫ്റ്റ്, ഇങ്ങനെ തൊഴിലാളികൾ മാറി മാറി ആ മെഷീൻ റെസ്റ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയി ആ മെഷീനുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അതിൽ ഉൽപ്പാദനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തൊഴിൽ മേഖലകളിൽ ലാഭമുണ്ടാക്കുന്ന മുതലാളിമാർ, തലമുറകളായി വലിയ വ്യവസായ സാമ്രാജ്യം സംഘടിപ്പിച്ച ആളുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ആ മുതലാളിമാരൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. ഗുജറാത്തിൽ ഞാൻ ന്യൂസിലൂടെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു രത്നവ്യാപാരി എല്ലാ ദീപാവലിക്കും ബോണസായി കൊടുക്കുന്നത് കാറുകളോ അല്ലെങ്കിൽ ഒരു വീടോ ആണ് തൻ്റെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. അതേപോലെ ചില കമ്പനികളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അതിലെ ഷെയർ അതിൻ്റെ തൊഴിലാളികൾക്കും ഷെയർ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വലിയ സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അവരുടെ തൊഴിലാളികളും. അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മുടെ നാട് ഇന്നും വ്യവസായ സംരംഭങ്ങൾ അടച്ചു പൂട്ടിക്കുന്നതിനോട് കൂടുതൽ ഇത് കാണിക്കും. ഈ രാഷ്ട്രീയക്കാരെ എനിക്ക് കാണുമ്പോൾ അവരുടെ സുഖത്തിന് വേണ്ടി അന്ന് തൊഴിലാളിയെ മുതലാളി ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ അവർ ഇന്ന് സ്വയം ആ കൊടി പിടിച്ച് മുന്നേ നടന്ന ആ ആളുകളാണ് ഇന്ന് അധികാര കസേരയിലിരുന്ന് ഈ പാവപ്പെട്ട തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയും. ഈ തൊഴിലാളി ഒരു 800 രൂപയോ 1000 രൂപയോ സമ്പാദിച്ചാൽ തന്നെയും വൈകുന്നേരമാവുമ്പോൾ അവൻ്റെ മുന്നിൽ അവനെ ഹാബിച്വൽ ഡ്രിങ്കറാക്കിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് അത് 1000-500 രൂപയ്ക്ക് മദ്യവും വിറ്റ് ബാക്കിയുള്ള പൈസയ്ക്ക് ലോട്ടറിയും മേടിച്ച് തൻ്റെ അന്നുള്ള അതേ വീട്ടിൽ കിടപ്പായയിൽ കിടന്നുറങ്ങുന്ന തൊഴിലാളിയാണ് ഇന്നും ഉള്ളത്. ഒരു തൊഴിലാളിയും മാളിക ഉണ്ടാക്കിയില്ല കേരളത്തിൽ. ആ തൊഴിലാളിയുടെ അവസ്ഥ വളരെ മോശമാണ്. അവരെ സന്തോഷിപ്പിക്കാൻ, അവർക്ക് വിശ്വാസം കൊടുക്കാൻ, സ്വപ്നം കാണാൻ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ കിട്ടുന്ന 1000-800 രൂപയിൽ 500-600 രൂപ ഈ മദ്യത്തിന് ലോട്ടറിക്കും വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ മഴയും ഒക്കെ വേണമുള്ളത്. ഒരു ആഴ്ച 1-2 ദിവസമൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയിട്ട് ഈ ബാക്കി ആ കിട്ടുന്ന 1000-2000 രൂപയിൽ 1500 രൂപയും ഈ മദ്യവും ലോട്ടറിക്കുമാണ് പോകുന്നത്. പിന്നെ ഒന്ന് ഓട്ടോറിക്ഷ, കുറച്ച് ദൂരം പോകുമ്പോഴേ ഓട്ടോറിക്ഷയ്ക്കും ഒക്കെ ഭയങ്കര ചാർജാണ്. ഇതെന്തുകൊണ്ടാണ്? ഇതിനെല്ലാം ഈ രാഷ്ട്രീയക്കാരനാണ് ഉത്തരവാദി. ഈ ഓട്ടോറിക്ഷക്കാർക്ക് CNGയോ ഇലക്ട്രിക് വെഹിക്കിളും ഇതുണ്ടെങ്കിൽ അവർക്ക് അത് ലാഭം ഉണ്ടാകും. ഒരു 1000 രൂപയുടെ ഓട്ടം കിട്ടിയാൽ 100-200 രൂപയുടെ ചാർജിങ്ങോ ഗ്യാസോ CNG ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് 1000-700 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതല്ല കേരളത്തിലെ അവസ്ഥ. പെട്രോളും ഡീസലിലും ഓടുന്ന വണ്ടികൾ, അതിൽ പകുതിക്ക് പോലും ഇല്ലാത്ത ലാഭം. അതും ഒരു ദിവസം 1-2 ഓട്ടം കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. പിന്നെ മലയാളികൾ ഈ ഗൾഫ് കൺട്രിക്കാരെ മറ്റ് അന്യസംസ്ഥാനത്തു നിന്നുള്ളവർ വന്ന് വീടൊക്കെ വെക്കുന്ന കണ്ട് മനുഷ്യനല്ലേ മോഹമുണ്ട്, വീട് വെക്കും. ഉള്ളതിൻ്റെ പ്രമാണം കൊണ്ടുവച്ച് വല്ല സഹകരണ സംഘത്തിൽ നിന്നും പലിശയ്ക്ക് പണവും എടുത്ത് വീടും വെച്ച് ജപ്തി വരെ എത്തുന്ന സാഹചര്യങ്ങൾ. ഇതിലൂടെയൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, വീട്ടിലെ സാഹചര്യം കണ്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. ഇന്ന് ക്രൈം റെക്കോർഡ് പതുക്കെ ഉയർന്നുകൊണ്ടിരിക്കുക. പണ്ട് പറയുമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ അങ്ങ് ക്രൈമാണ് UP എന്നൊക്കെ. ഇന്ന് കേരളത്തിന് അവിടെ അഭിമാനിക്കാനൊന്നും പറ്റില്ല. കേരളത്തിൽ ക്രൈം ഒരു ന്യൂസ് വെച്ച് നോക്കിയാൽ നമുക്കറിയാം എന്തുമാത്രം ക്രൈമും ആക്സിഡൻറ്റുകളും ഒക്കെയാണ് പറ്റുന്നത്. പിന്നെ ഈ തൊഴിൽ നിയമങ്ങളൊക്കെ അനുകൂലമാക്കി ഏതൊരു കൺട്രികളും, ഇനി ഞാൻ പറയാം, പ്രൈവറ്റൈസേഷനെ കുറിച്ച് പറയാറുണ്ട് ആളുകൾ. നമ്മുടെ ഇന്ത്യയിലേക്കും മെച്ചപ്പെട്ട 2 വ്യവസായികളെ പറഞ്ഞിട്ട് പറയും എല്ലാം അയാളുടെ പോക്കറ്റിലോട്ടിട്ട് കൊടുക്കുക, അവരുടെ പോക്കറ്റിലോട്ടിട്ട് കൊടുക്കുക സർക്കാർ എന്ന് പറയാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. എവിടെങ്കിലും നമുക്ക് ഒരു കുറഞ്ഞ കാലത്തിനകത്ത് റോഡ് വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള പണം, ഇതൊക്കെ എല്ലാം സംഘടിപ്പിക്കാനുള്ള മാൻ പവർ വേണം, പരിചയസമ്പന്നരായ തൊഴിലാളികൾ വേണം, മെഷീനറീസ് വേണം. ഇതൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് പണമുള്ളവരെ മുടക്കാൻ പറ്റത്തുള്ളൂ. എനിക്കോ നിങ്ങൾക്കോ ഇവിടുത്തെ ഒരു വിമാനത്താവളമോ അതല്ലെങ്കിൽ ഒരു ഷിപ്പ് യാർഡോ എന്തെങ്കിലും തന്നാൽ നമുക്കാരെങ്കിലും അത് ചെയ്യാൻ പറ്റത്തില്ല. അവരേ മുടക്കത്തുള്ളൂ. അതിന് വേറെ മേഖലകൾ ഇവരെ പറഞ്ഞാൽ അതനുസരിച്ച് കറക്റ്റ്. ഇനി വിദേശ കമ്പനികൾക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് തന്നെ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. കാരണം ആ പണം ഇന്ത്യയിൽ തന്നെ നിൽക്കണം, അതിൻ്റെ പുരോഗതി വരണം.
അവർക്ക് വീണ്ടും വീണ്ടും കമ്പനികൾ തുടങ്ങണം. തുടങ്ങിയാൽ അവിടെ തീർച്ചയായിട്ടും ഈ തൊഴിലാളികൾക്ക് ജോലി കിട്ടും. നമ്മുടെ കേരളത്തിൽ ഇന്നും ഈ കാർഷിക വസ്തുക്കൾക്കൊന്നും വിലയൊന്നുമില്ല. നമ്മൾ നാളികേരം നമ്മുടെ സംസ്ഥാനം വിട്ടാൽ 60 രൂപ 70 രൂപ കരിക്ക് മേടിച്ച് കുടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബോർഡർ വിട്ടാൽ ഒരു ചക്ക 1000 രൂപയ്ക്ക് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ മാമ്പഴം, കൈതച്ചക്ക, ഇതിൻ്റെയൊക്കെ വില നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് വളരെയധികമാണ്. 3 ഇരട്ടി 4 ഇരട്ടി ആകുമ്പോൾ ഒരു പപ്പിത്ത നമ്മൾ കേരളം വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ ചെന്ന് പപ്പിത്ത മേടിക്കും. ഒരു പപ്പിത്ത ഞാൻ കൺസ്യൂം ചെയ്യും. അത് മേടിക്കുന്നത് 200 രൂപയാണ് ഒരു പപ്പിത്തയ്ക്ക്. അപ്പോൾ ഈ കർഷകർക്ക്, കേരളത്തിലെ കർഷകർക്ക് അവിടുത്തെ രാഷ്ട്രീയക്കാരൻ പറഞ്ഞ് ഭരണത്തിൽ ഇരിക്കുന്നവർ എന്തുകൊണ്ട് ഈ സാധനങ്ങൾ അവിടുന്ന് സംഭരിച്ച് ഇതേപോലുള്ള ഇടത്ത് വിറ്റിട്ട് ഈ ലാഭം ആ കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല? ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ എനിക്കറിയാം, മാവിലുള്ള മാങ്ങ തറയിൽ അടന്നു വീഴുകയാണ്. അതിനൊന്നും ശരിയായിട്ടുള്ള വിലയില്ല, അത് മേടിക്കാൻ ആളുമില്ല. പുരയിടങ്ങളിൽ കൃഷി ചെയ്യാൻ വാഴപ്പഴം, അത് മേടിക്കാൻ അതിനൊക്കെ ആളില്ല. അയ്യത്ത് കാട് കയറും. അവിടെ തൊഴിലാളികളെ വെച്ചാൽ നമ്മൾ ഒരു 1000 രൂപ കൊടുത്ത ഒരാളെ നിർത്തിയാൽ 2 3 വാഴ നടും. ആ കൊല വിറ്റാലും അത്രയും പോലും കിട്ടില്ല. പിന്നെ അതിനിടുന്ന വളമായി മറ്റ് ഇങ്ങനെ അശാസ്ത്രീയമായ നിയമങ്ങൾ വെച്ച് ഒരു നാടിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയക്കാരൻ്റെ ഇതേപോലുള്ള വാചകങ്ങളിൽ നമ്മൾ ഇത്രയധികം രാഷ്ട്രത്തിൽ വിശ്വസിച്ച് മണ്ടന്മാരായി, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിവില്ലാത്തവരായി അവർ വിദേശങ്ങളിലേക്ക് പോയി വയസ്സാകുമ്പോൾ നമ്മളെ നോക്കാനും നമ്മുടെ മക്കൾ പോലും നമ്മുടെ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ വീഡിയോയിലൂടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ശവസംസ്കാരമൊക്കെ കാണുന്ന മക്കൾ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആരാണ്? ഇതിനെല്ലാം കാരണക്കാരൻ ഈ രാഷ്ട്രീയക്കാരനോ അതിനൊപ്പം നീങ്ങുന്ന നമ്മളുടെ അടിയുറച്ച രാഷ്ട്രീയ വിശ്വാസങ്ങളുമാണ്. ജാതി വ്യവസ്ഥ ഈ രാഷ്ട്രീയക്കാരനാണ് അതുണ്ടാക്കുന്നത്. ഇന്ന ജാതിക്ക് ഇന്നത്, ഇന്ന ജാതിക്ക് ഇന്നത്, ഇന്ന ജാതിക്ക് ഇന്നത്, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക്. രാഷ്ട്രീയ മേലധ്യക്ഷന്മാരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾ, ഇങ്ങനെയുള്ളതൊക്കെ അവർക്ക് വീതിച്ചു കൊടുക്കും. ജാതി പറഞ്ഞു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കൂ, എല്ലാ സംഘടനകളെയും വിളിക്കൂ ഒരേപോലെ. അതില്ലാതെ ജാതി പറഞ്ഞ് തിരിച്ചു കൊടുക്കുക, അത് രഹസ്യമായി അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവരുടെ വോട്ട് മേടിക്കുക. ഇതൊക്കെ മലയാളി ഇതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ സഹോദരൻ. എൻ്റെ ചെറുപ്പത്തിൽ എനിക്കറിയാം, ഞാൻ അവിടെ ഗ്രാമപ്രദേശത്ത് ഒരു 5 10 കിലോമീറ്ററിനകത്ത് കളിച്ച് ഞങ്ങൾ പിള്ളേരിങ്ങനെ പോവും. ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഭക്ഷണങ്ങളൊക്കെ തരുന്ന ഏതെങ്കിലും ഒരു വീട്ടിലെ ഒരു അമ്മയായിരുന്നു. ആ വീട്ടിലെ മക്കളെ, ഒരു ഗ്രാമത്തിലെ ഒരമ്മയ്ക്ക് ഏതമ്മമാരും നമ്മുടെ അമ്മയായിരുന്നു. എല്ലാ ഭവനങ്ങളിലും വാതിലുകളൊക്കെ തുറന്നു കിടന്നിരുന്നു. അവിടെ ഒരു മോഷണവുമില്ലായിരുന്നു. ഇന്ന് ഇതെല്ലാം അന്യമായി. സഹോദര സ്നേഹം ഈ ഒരു 5 കിലോമീറ്ററിന് ജാതിയോ മതവും ഇല്ലാതെ ഒരു ഉമ്മ എല്ലാവരുടെയും ഉമ്മയായിരുന്നു, ഒരു അമ്മാമ്മ എല്ലാവരുടെയും അമ്മാമ്മയായിരുന്നു, ചേച്ചി എല്ലാവരുടെയും ചേച്ചിയായിരുന്നു, അമ്മ എല്ലാവരുടെയും അമ്മയായിരുന്നു. അങ്ങനെയാണ് കുട്ടികൾ വളർന്നത്. ആ സാഹചര്യത്തിലായിരുന്നു. ഒരു തെറ്റ് കാണിച്ചാൽ ജാതിയോ മതമോ നോക്കാതെ ഗ്രാമത്തിലുള്ള ഏത് പ്രായമായവരും ഞങ്ങളെയൊക്കെ ശാസിക്കുമായിരുന്നു. ഇതാണോ ഇന്നത്തെ അവസ്ഥ? അല്ല. ആ സ്നേഹമൊക്കെ എവിടെ പോയി? ആ തുറന്നിട്ട വാതിലുകളൊക്കെ എവിടെ പോയി? ഇന്ന് മതിലുകൾ കെട്ടി ഗേറ്റും വിട്ട് എന്നിട്ടും സുരക്ഷിതമായി ആണെന്ന് അവർക്ക് തോന്നാറില്ല. അത്രയ്ക്ക് അകത്ത് ലോക്ക് ചെയ്താണ് അവർ. എന്നിട്ട് കേരളത്തിലെ ഈ ആളുകളെ, ചെറുപ്പക്കാരെ മൊത്തം ഇവിടെ ഓടിച്ച് വിട്ടിട്ട് അനാഥശാലകളിൽ നമ്മുടെ വൃദ്ധർ, ഒരു പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്കും അങ്ങനെ കഴിയേണ്ടി വന്ന ഒരു സ്ഥിതി വന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ചെറുപ്പത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമുക്ക് വരുന്ന അവസ്ഥ എന്താണ്? നമ്മളുടെ കുട്ടികളെയൊക്കെ കാനഡയിൽ അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു വിട്ട് കേരളം നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറുന്നവർ തൊഴിലാളികൾ ഇവിടെ മലയാളികളായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു പിടി മണ്ണ് ഒരു മലയാളിയും അന്യമാക്കരുത്. അവർ കേരളത്തിലേക്ക് തിരിച്ചു വരണം. ഇവിടെ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാക്കണം. കർമ്മമാണ് പൂജ. നമ്മൾ ചെയ്യുന്ന തൊഴിൽ ദൈവത്തിന് ചെയ്യുന്ന പൂജയാണത്.
ദൈവം അതിന് പ്രത്യേക പേരുകൾ ഒന്നുമില്ല. അതൊരു അദൃശ്യമായ ശക്തിയാണ്. ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ദൈവം ഒന്ന് തന്നെയാണ്. പേരുകൾ പലതും നമ്മളിട്ട് വിളിക്കുന്നു. ദേവാലയങ്ങൾ ഒന്ന് തന്നെയാണ്. അതിൻ്റെ രൂപങ്ങളിൽ മാത്രമേ വ്യത്യസ്തതയുള്ളൂ. നമ്മളുടെ വിശ്വാസം ഒന്ന് തന്നെയാണ്. അതിൻ്റെ വചനങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. വിശ്വാസം ഒന്ന് തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. വഴി പലതാണെന്നേ ഉള്ളൂ. ഞാനും നിങ്ങളും എല്ലാവരും എത്തുന്നത് ഒരിടത്ത് തന്നെയാണ്. നമ്മളുടെ രക്തം ഒന്ന് തന്നെയാണ്. ഞാൻ ഈ സമയത്ത് ഇത് പറയുന്നത് ഇനി ഒരാഴ്ചയേ ഉള്ളൂ ഇലക്ഷന്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ ഇതേപോലെയുള്ള ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭരിക്കാനായി നിങ്ങൾ അതിൻ്റെ ഒരു ബോണ്ട് ആയി പ്രവർത്തിക്കാതെ നമ്മളുടെ ജീവിതത്തിലും ഒരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ സത്യസന്ധമായി ആരും വീട്ടിലൊന്നും ഇരിക്കാതെ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി വോട്ടൊക്കെ ചെയ്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ ജയിപ്പിച്ചു വിടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമസ്കാരം.